ഇഷ്ടമായി. എല്ലാവരും നല്ല രസമുണ്ട്. ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ അതിന് മുമ്പത്തെ 21 ഗ്രാംസ് ഫിനിക്സിനൊന്നും അല്ലാണ്ട് അതിൽ നിന്ന് വേറിട്ടിട്ടുള്ള ഒരു മൂവിയാണ്. നമ്മളൊരു പഴയ ഒരു പ്രിയദർശൻ മൂവിയുടെ ഒരു മോഡലാണ്. എല്ലാം അടിപൊളിയാണ്. ജീവയും ഫൈറ്റ് ഒക്കെ സൂപ്പർ. ഞാൻ തന്നെ അഭിനയിച്ചതായതുകൊണ്ട് നന്നായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫൺ ഫിൽം മൂവി, ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ. ഒത്തിരി എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും നല്ലൊരു മൂവി. അതെ കൊള്ളാം. എന്നോട് തന്നെ എന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് അതെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തോ എല്ലാവരും തീർച്ചയായിട്ടും പടം പോയി കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് കുറെ കോമഡിയും എല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അത് തിരിക്കുമ്പോ എല്ലാവരും ചിരിക്കുന്നൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നാണ് ഓഡിയൻസിന്റെ ഇവിടെ ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ ഞങ്ങള് ഇതില് വർക്ക് ചെയ്തുകൊണ്ട് നമ്മള് സിനിമയ്ക്ക് ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു എല്ലാവർക്കും, റംസാനും എനിക്കും ഡയറക്ടറിനും മൊത്തം ടീമിനും. പക്ഷെ ഓഡിയൻസ് കൈയടിച്ചപ്പോഴും ചിരിച്ചപ്പോഴും ഞങ്ങളുടെ ആക്ഷനും റൊമാൻസും എല്ലാം അവർ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആണ് ഞങ്ങൾക്ക് ആശ്വാസമായത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി വീക്കെൻഡ്, ഇന്ന് ഫ്രൈഡേ, അപ്പോൾ ഇനി നാളെ മറ്റന്നാളും ഒക്കെ ഉള്ള തിയേറ്ററിൽ ഓഡിയൻസ് എത്തുന്ന പോലെ ഇരിക്കും ഞങ്ങളുടെ വിജയം. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു നല്ല ഔട്ട്പുട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇന്നാണ് സത്യം പറഞ്ഞാൽ ഓക്കെ പടം കൊള്ളാം എന്ന് ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങിയ. സോ ഇനി ബാക്കി ഓഡിയൻസ് തീരുമാനിക്കട്ടെ. ഇന്നലെ ഒരു ഷോ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ കാസ്റ്റ് ആൻഡ് ക്രൂ മാത്രമായിട്ടാണ് കണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷൻ ഉള്ളതുകൊണ്ട് ഓരോ കുറവുകളും അങ്ങനെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടാണ് ഇന്നലെ സത്യം പറഞ്ഞാൽ കണ്ടത്. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഓഡിയൻസിന്റെ റെസ്പോൺസ് ആയിരുന്നു, അവരുടെ എനർജി ആയിരുന്നു ഞങ്ങളുടെ ഒരു സ്പിരിറ്റിന് ഇത് വന്നത്. അപ്പോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാ. ശരി, ഹാപ്പിയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും. നമ്മൾ ഹാപ്പിയാണ്. റെസ്പോൺസ് ഉണ്ടായിരുന്നു, ചിരികളും കൈയടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കൂടുതൽ കൈയടിക്കുന്നുണ്ട്, വർക്ക്ഔട്ട് ആവുന്നുണ്ട് എന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ടല്ലോ. അതുപോലെ സാഹസം മൂടാവട്ടെ, ത്രോട്ട് ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തമാശ മീൻ ചിരിക്കാൻ മൊമെന്റില് ഉള്ള ചിരികൾ വരുന്നുണ്ട്, കയ്യടികൾ വരുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കൂടിയിട്ട് എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റും തന്നെയാണ് വിചാരിക്കുന്നത്. തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നത്. അതെ കേൾക്കാൻ എല്ലാവരും തിയേറ്ററിലേക്ക് വരൂ. എല്ലാവരുടെ പെർഫോമൻസസും, നാരായണന്റെ പ്രത്യേകിച്ച് വേറെ ട്രാക്ക് ഉണ്ട്. ജീവ, റംസാൻ, ഗൗരി, ശബരി ചേട്ടന്റെ ഒക്കെ കുറെ കൗണ്ടേഴ്സും പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ചേരുവകളും ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങളെ തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും സാഹസം മൂടാവട്ടെ. ഞങ്ങള് 10 ദിവസത്തെ കഷ്ടപ്പാടാണ് ക്ലൈമാക്സ്. 10 ദിവസം തൊടുപുഴയില് നൈറ്റ് ഷൂട്ടായിരുന്നു. അത് അങ്ങനെയാണ് എല്ലാ സാഹസവും വന്ന് അവസാനിക്കുന്ന ആ വീട്ടിലാണല്ലോ. അപ്പോ പണിയെടുത്തതിന്റെ റിസൾട്ട് കിട്ടിയപ്പോ ഒരു സന്തോഷം. ഒരു വീട്ടിക്ക് നായനാണോ? കണ്ടില്ലേ ജീവൻ എങ്ങനെയുണ്ട്? നമ്മളിപ്പോ റംസാന്റെ കരിയറിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഇതാണ് ഈ സിനിമ. അതിപ്പോ നമ്മള് ആദ്യത്തെ ഷോ കണ്ടിറങ്ങുമ്പം അതിന്റെ ആ റെസ്പോൺസ് തിരിച്ചു കിട്ടുമ്പോ സന്തോഷം. ഹലോ, എന്റെ അല്ല 5ാമത്തെ സിനിമ. പയ്യെ വരത്ത് ഓരോന്നും ചെയ്യട്ടെ. അപ്പൊ ഇത് പരിപാടി ആക്ടിങ് നമുക്ക് വർക്കാവും നോക്കട്ടെ. അത് ഓരോ ക്യാരക്ടേഴ്സ് കഴിയുമ്പം നമ്മള് പ്രേക്ഷകരുടെ അടുത്ത് ചോദിക്കുക, അവർ റെസ്പോൺസ് ആണ്. ഓരോന്നോരോ ചെറിയ തെറ്റുകൾ തിരുത്തി ഞാൻ നന്നാവുമായിരിക്കും. 21 ഗ്രാംസിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയിരുന്നു. അപ്പം ഇത് എഴുതുമ്പോൾ തന്നെ ബിബി പറഞ്ഞു ഇതിലും ഒരു നെഗറ്റീവ് പരിപാടിയാണ്, രസമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ ട്രസ്റ്റ് ചെയ്തു. അതാണ് നിങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ട, അപ്പോൾ അവരോട് ചോദിക്കും, സിനിമ കണ്ടവരോട് ചോദിക്കാം. അവർ പറയുമ്പോൾ ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ് സിനിമ വരും. സ്ക്രിപ്റ്റ് ആദ്യമേ കേട്ടപ്പോ ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കില്ലേ, അതുപോലും ഇല്ലാത്തൊരു ജോണറിൽ നിന്നാണ് ഈ പടം എനിക്ക് വന്നത്. സോ എന്റെ ഫസ്റ്റ് തോട്ട് ഇത് ഞാൻ മിസ് ചെയ്ത് ചിലപ്പോൾ ഇങ്ങനത്തെ പടം ഇനി ഈ അടുത്തൊന്നും വരില്ല സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ. സോ അത് മിസ് ചെയ്തെന്നായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. കാര്യം നന്നായിട്ട് വന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പറയാനുള്ള പോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇപ്പൊ എവിടെ നോക്കുന്നത് കൺഫ്യൂഷൻ ആണല്ലോ. ഇനി എന്തായാലും നിങ്ങൾ നിരാശപ്പെടില്ല.
പടം തിയേറ്ററിൽ സന്തോഷത്തോടു കൂടി കണ്ടിറങ്ങി വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലുള്ള ജെന്യൂൻ റിപ്പോർട്ട്സ് ആണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സോ കോൾസ് ആയാലും മെസ്സേജസ് ആയാലും നോർമലി സിനിമയെ കണ്ട് സമീപിക്കുന്ന ആളുകൾ എങ്ങനെ സിനിമയെ കാണുന്നോ അവരുടെ റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇത്ര എഫോർട്ട് എടുത്തൊരു പടം ജനങ്ങൾ അവസാനം തിയേറ്ററിൽ നിന്ന് നല്ല സന്തോഷത്തോടെ ഇറങ്ങി വരാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ഇപ്പം ഒരിക്കലും ഞാൻ മാത്രമല്ല, എന്റെ കൂടെ അഭിനയിച്ചവരും അതിന്റെ അപ്പുറത്തുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സോ അവരുടെ പല പല ഡയലോഗ്സിനും അവരുടെ മോഡുലേഷനും കൗണ്ടറിനും എല്ലാത്തിനും ഓഡിയൻസ് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവര് സിനിമ ആസ്വദിച്ച് കാണുന്നുണ്ട്. അതാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇനിയും അറിയണം, ഓഡിയൻസിന്റെ റെസ്പോൺസ് ഇനി അറിയാനുണ്ട്. 2-3 ദിവസങ്ങളൊക്കെ ആയിട്ട് എന്താണ് അവർക്ക് ശരിക്കുമുള്ള ഈ സിനിമ അവർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്.